കർത്താവിൻ്റെ ജനത്തിന്, കർത്താവിൻ്റെ സഭയ്ക്ക് എല്ലാ കാലത്തും ഒരു പോരാട്ടമുണ്ട്. പത്രോസ് പറയുന്നു, നമ്മുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് അലർന്ന സിംഹം പോലെ ചുറ്റി നടക്കുക. അപ്പം ദൈവസഭയെ വിഴുങ്ങിക്കളയുവാൻ, ദൈവത്തിൻ്റെ ജനത്തെ വിഴുങ്ങിക്കളയുവാൻ ശത്രു നമുക്ക് ചുറ്റും നടക്കുമ്പോൾ, നമുക്കെതിരെ നിൽക്കുമ്പോൾ, യഹൂദ ഗോത്രത്തിലെ സിംഹമായ കർത്താവ് രാജാതി രാജാവ് നമ്മോട് കൂടെ ഉണ്ട്. ആമേൻ. വേദപുസ്തകം പറയുന്നത് പോലെ, റോമർക്ക് എഴുതിയ ലേഖനം 16:20 പറയുന്നത് പോലെ, സമാധാനത്തിൻ്റെ ദൈവവും സാത്താനെ നിങ്ങളുടെ കാൽക്കീഴാക്കി വേഗത്തിൽ ചതച്ചു കളയും. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾക്ക് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരത്തില്ല. ദൈവത്തിൻ്റെ ജനം നമുക്ക് പ്രതിയോഗിയായി നിൽക്കുന്ന ശത്രുവിനെ നമ്മുടെ കാൽക്കീഴാക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കൽപ്പിക്കുമ്പോൾ, ആമേൻ, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കാൽക്കീഴാക്കി ശത്രുവിനെ ചവിട്ടി മരിച്ചു കളയും. നമുക്ക് വിശ്വാസം വേണം, ക്രിസ്തുവിൽ വിശ്വാസം വേണം. ആമേൻ, സ്തോത്രം. വചനത്തിൽ വിശ്വാസം വേണം. വചനം ഉപയോഗിച്ച് നാം പ്രാർത്ഥിക്കണം. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വചനം ഉപയോഗിച്ച് കൽപ്പിക്കുമ്പോൾ, ആമേൻ, വിശുദ്ധ ജീവിതം നയിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ദൈവജനത്തിൻ്റെ കാൽക്കീഴാക്കി ശത്രുവിനെ കർത്താവ് ചവിട്ടി മെതിച്ച് കളയും. ഈ വിശ്വാസം, ആമേൻ, ഈ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്തത് കർത്താവായ യേശുവാണ്. സഭ പണിയപ്പെടണമെങ്കിൽ ക്രൂശിൽ കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ജനം പരിശുദ്ധാത്മാവിനാൽ, ആമേൻ, ദൈവത്തോട് സഹകരിച്ചുകൊണ്ട്, അവൻ കർത്താവിൻ്റെ വചനം അനുസരിച്ച് പ്രവർത്തിക്കുമെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പർപ്പസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് നിറവേറുക തന്നെ ചെയ്യും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ, ഈ ഭൂമിയെ വാഴുവാനാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ താൻ കുടുംബവും പാപം ചെയ്തു. അവർ വീണുപോയപ്പോൾ സാത്താൻ അധികാരത്തെ അവൻ്റെ കൈക്കലാക്കി. ആ അധികാരത്തെ കാൽവരി ക്രൂശിൽ സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് ആ അധികാരത്തെ കർത്താവ് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെ, അധികാരങ്ങളെ കാൽവരി ക്രൂശിൽ അടിയുറപ്പിച്ചു. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടും. ദൈവസഭ വളരും. ദേശമെങ്ങും ദൈവത്തിൻ്റെ രാജ്യം, ഭൂമിയിലെങ്ങും ദൈവത്തിൻ്റെ രാജ്യം നിശ്ചയമായി വെളിപ്പെട്ട് വരും. നാം പ്രാർത്ഥിക്കുക, ദൈവത്തോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.